വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 22. രചന സംഭാഷണം രുദ്രപ്രിയ. സത്യയെ ആഞ്ഞു തള്ളി നന്ദു അകന്നു മാറി കിതപ്പു മാറ്റി. അപ്പോഴാണ് നിലത്തു വീണവനിലേക്ക് അവളുടെ കണ്ണുകളെത്തി നിന്നത്. ബെഡിൽ നിന്നും ചാടി നിലത്തേക്കിറങ്ങി സത്യയുടെ അടുത്തിരുന്നു. സോറി ഏട്ടാ, ഞാൻ പെട്ടെന്ന് ശ്വാസം കിട്ടിയില്ല, അതാണ്, അല്ലാതെ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് തള്ളിയതല്ല. അവളുടെ വെപ്രാളവും കണ്ണിലെ പിടച്ചിലും കണ്ടപ്പോൾ സത്യയ്ക്ക് കുസൃതി തോന്നി. ഞാൻ തൊടുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെ തള്ളി മാറ്റേണ്ട ആവശ്യമില്ല ശ്രീ. പറഞ്ഞുകൊണ്ട് സത്യ നിലത്ത് നിന്നും എഴുന്നേറ്റ് ബെഡിലിരുന്നു. ഇടം കണ്ടിട്ട് പെണ്ണിനെ നോക്കി. പെണ്ണിരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് നോക്കുമ്പോൾ വിമ്മി കരയുവാണ്. പിന്നൊന്നും നോക്കിയില്ല സത്യ. നിലത്ത് നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ച് ഇരു കൈയിലും കോരിയെടുത്തു. നേരെ വാഷ്റൂമിലേക്ക് നടന്നു. ഇതെന്താണെന്നുള്ള ഭാവത്തിൽ നോക്കിയവളെ കണ്ണുരുട്ടി കാണിച്ചു. ഈ വേണ്ടുമ്പോൾ എവിടുന്നാ ഇത്രയും കണ്ണുനീര് ചോദിച്ചുകൊണ്ട് വാഷ്റൂമിൽ അവളെ കൊണ്ട് നിർത്തി ഷവർ ഓണാക്കി. അവളെയും ചേർത്ത് പിടിച്ച് ആ വെള്ളത്തുള്ളികളെ സ്വീകരിച്ചു. നനഞ്ഞൊട്ടിയ അവളുടെ ശരീരത്തിൽ നിന്നും ഡ്രസ്സ് ഓരോന്നായി അഴിച്ചു മാറ്റി. നിലത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ മുഖം അവൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു. അവളുടെ കണ്ണിൽ നോക്കി സത്യ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു മാറ്റി. ഇട്ടിരുന്ന ബോക്സർ ഊരി മാറ്റി. ഒരു ബാത്ത് ടവൽ അവളുടെ മാറിന് മീതെ കെട്ടിക്കൊടുത്തു. ഒരെണ്ണം അവനും ഉടുത്തു. നന്ദുവിനെ എടുത്തുയർത്തി ബെഡിനടുത്തേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി. AC-യുടെ തണുപ്പിലും നന്ദുവിൻ്റെ ചുണ്ടിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ ആ വിയർപ്പ് തുള്ളികളിലൂടെ ഇഴഞ്ഞു നീങ്ങി മാറിന് മുകളിൽ നിന്നും ടവൽ അഴിച്ചു മാറ്റി. കണ്ണുകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു. മാറിനിടയിൽ പതിഞ്ഞു കിടക്കുന്ന താലിയിൽ ചുണ്ട് പതിക്കുമ്പോൾ അവൻ്റെ നിശ്വാസം തട്ടി നന്ദു പൊള്ളി പിടഞ്ഞുപോയി. അവളുടെ നിശ്വാസം ക്രമാതീതമായി. സത്യ അവനെ ചുണ്ടുകൊണ്ട് മാറി മാറി ചുംബിച്ചു. പ്ലീസ്, നന്ദു ഞെരിപിരി കൊണ്ട് നിലവിളിച്ചു പോയി. അവൻ അവളിൽ നിന്നും മാറി ബെഡിൽ ഒരു കയ്യും കുത്തി കിടന്നവളെ നോക്കി. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും നിലവിളി തുടങ്ങിയോ? എങ്ങനെ ശ്രീ? അപ്പുറത്തും ഇപ്പുറത്തും റൂമിൽ ആൾക്കാരുണ്ട്, എന്നെ നാണം കെടുത്തുമോ? ചിരിച്ചുകൊണ്ടുള്ള സത്യയുടെ ചോദ്യം. അവൾ വേഗം ഷീറ്റ് വലിച്ചു മൂടി. സത്യ ഷീറ്റിനിടയിലൂടെ ഊർന്നു കയറി അത് പിടിച്ചു മാറ്റി. അവളുടെ ചുണ്ടിൽ ചേക്കേറി. ചുണ്ടുകൾ തമ്മിൽ കോർക്കുമ്പോൾ അവൻ്റെ ഒരു കൈ മാറിടത്തിൽ ഞെരിഞ്ഞിരുന്നു. ചുണ്ടുകളെ മോചിപ്പിച്ച് നേരെ കഴുത്തിലൂടെ ഊർന്നിറങ്ങിയ അവൻ്റെ ചുണ്ടിനെ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പൊക്കൽ ചുടിയിൽ അവൻ്റെ നാവിഴയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ നൽകുന്ന പുതിയ അനുഭൂതിയിൽ അവൾ പൊളഞ്ഞുപോയി. നാവുകൾ തുടയിലേക്കരിച്ചിറങ്ങുമ്പോൾ അവനെ തടയാനാകാതെ നന്ദു അത്രയും തളർന്നു പോയി. കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങൾ പരിധി ലംഘിച്ച് അവളിലെ പെൺമയെ ഉണർത്തുമ്പോൾ അവനെ കൂടുതൽ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു നന്ദു. ഒടുവിൽ അവളിലേക്ക് പതിയെ താളത്തിൽ അവൻ്റെ ഇടുപ്പ് ചലിച്ചു തുടങ്ങിയപ്പോൾ സത്യയുടെ ചുണ്ടും നന്ദുവിൻ്റെ ചുണ്ടുമായി കൈ അവളുടെ മാറിലും സ്ഥാനം പിടിച്ചു. കടിഞ്ഞാനില്ലാത്ത കുതിരയെപ്പോലെ അവളെ ആനന്ദത്തിൽ ആറാടിച്ച് സ്വന്തമാക്കുമ്പോൾ ഇരുവരിലും പ്രണയവും കാമവും ഒരുപോലെ മുന്നിട്ട് നിന്നു. തളർച്ചയോടെ അവളിൽ നിന്നും അകന്നു മാറി അല്പനേരം കൂടി കിടന്നു. പിന്നെ നന്ദുവിനെയും ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയവൾ. ഒഴുകിപ്പടർന്ന സിന്ദൂരവും മഷി പടർന്ന കണ്ണും ചുംബനത്തിൻ്റെ ബാക്കി പത്രം പോലെ ചുവന്നു പൊട്ടിയ ചുണ്ടും. സത്യ ഒന്നുകൂടി നന്ദുവിനെ വരിഞ്ഞു മുറുക്കി ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ശ്രാവണിൻ്റെ കയ്യും പിടിച്ച് നീലു കാറിൽ നിന്നിറങ്ങി. അവിടെയും അവരെ സ്വീകരിക്കാൻ ആൾക്കാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പച്ചി നിലവിളക്ക് നീലുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവളെ സഹായിക്കാൻ ശിവ സാരി ഒതുക്കി പിടിച്ചു കൊടുത്തു. വലതുകാല് വെച്ച് അവൾ അകത്തേക്ക് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് 2 പേരും ഹാളിലിരുന്നു. തങ്കമണി അവരുടെ അടുത്തേക്ക് വന്ന് 2 പേർക്കും മധുരം കൊടുത്തു. നീലു അവളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന വള അമ്മായിയെ അണിയിച്ചു കൊടുത്തു. അവരത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് കയ്യിൽ നിന്നും ആ വള ഊരിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെ ഇട്ടുകൊടുത്തു. ഇത് മോളുടെ കയ്യിൽ കിടക്കട്ടെ. എന്നിട്ട് അവളുടെ നെറുകയിൽ മുത്തി. ബന്ധുക്കൾ അവരുടെ സാരിയും ആഭരണങ്ങളും പിടിച്ചു നോക്കി. മാർക്കിടുന്ന തിരക്കിലായിരുന്നു. ശിവ അത്യാവശ്യം ഫോൺ വന്ന് പുറത്തേക്കും പോയി. തങ്കമണി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നീലുവിന് ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ എല്ലാ പേരും അവളെ പൊതിഞ്ഞു നിൽക്കുന്നു. അയ്യോ, നിങ്ങളത് എന്താ കാണിക്കുന്നേ? അവൾ ഇവിടെ തന്നെ കാണുമല്ലോ. എൻ്റെ കുഞ്ഞിന് ശ്വാസം വിടാനെങ്കിൽ സമയം കൊടുക്ക്. ഇങ്ങനെ അവളെ പൊതിയാതെ. ശിവ ഡാ. അമ്മയുടെ വിളി കേട്ട് ശിവ ഫോൺ കട്ടാക്കി അകത്തേക്ക് വന്നു. ആ കൊച്ചിനെ ഇട്ടിട്ട് നീ മാത്രം എഴുന്നേറ്റ് പോയോ? അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോടാ. കൊച്ചിൻ്റെ ഈ കെട്ടും പൂട്ടും അഴിച്ചു മാറ്റാൻ സഹായിക്ക്. ഞാൻ സഹായിക്കാം അമ്മായി. വകയിലെ ബന്ധു കൂടിയായ കൊച്ചു മുന്നോട്ട് വന്നു. വേണ്ട, അവൻ മതി.
ശിവ നീലുവിൻ്റെ നേർക്ക് നോക്കുമ്പോൾ അവൾ ചിരിയടക്കാൻ പാടുപെടുന്നു. അവൾക്കപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. ശ്രാവണിൻ്റെ ഒപ്പം റൂമിലേക്ക് കയറുമ്പോൾ അവളുടെ ശരീരം വിറച്ചു. അകത്ത് കയറി ഡോർ ചാരി ലോക്കാക്കി. നീലു പിന്തിരിഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചു. മണ്ഡപത്തിൽ വെച്ച് ഈ വേഷത്തിൽ കണ്ടപ്പോൾ മുതൽ അടക്കി പിടിച്ചതാണ്. എൻ്റെ പെണ്ണ് സുന്ദരിയാണ്. അവളുടെ കവളിൽ ചുണ്ട് ചേർത്തു ശിവ. നീലുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു പോയി. അവൾ ചെറുതായി പുഞ്ചിരിച്ചു. താൻ എനിക്ക് ഒട്ടും ക്ഷമയില്ലെന്ന് കരുതരുത് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. അവളെ നെഞ്ചിൽ ചേർത്ത് നിർത്തി നെറുകിൽ നേർമയായി ചുംബിച്ചു. അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പിൽ അവൾ കണ്ണടച്ച് നിന്നു. ഇടുപ്പിലൂടെ കൈ ചേർത്ത് ഒന്നുകൂടി ചേർത്തു പെണ്ണിനെ. വെപ്രാളം കൊണ്ട് അവളുടെ തൊണ്ട വരണ്ടു. കണ്ണുകളിലെ പിടപ്പ് നോക്കി നിന്നു. ചുണ്ടിന് മീതെയും മൂക്കും തുമ്പിലും പൊടിഞ്ഞ വിയർപ്പ് കണമെല്ലാം അവൻ ആസ്വദിച്ചു. അവൻ്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന നീലുവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ ശിവ അറിയാതെ പുഞ്ചിരിച്ചു. ഇതിങ്ങനെ ഇടിച്ചാൽ പൊട്ടിപ്പോകുമല്ലോ മോളെ. അത്രയ്ക്ക് എന്നെ പേടിച്ചിട്ടാണോ? അതോ? ശിവേട്ടൻ തൊടുമ്പോൾ ആകെ ഒരു വല്ലായ്മയോ? അതല്ല, പോ ശിവേട്ട. പിന്നെ ഇങ്ങനെ നിന്നാൽ പറ്റില്ല. ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. വെച്ചുകെട്ടലൊക്കെ അഴിക്കാനും തന്നെ സഹായിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണ്. കേട്ടില്ലേ? എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളാണോ മോൻ ചെയ്തേ? നീലു അവനെ കോർപ്പിച്ചു നോക്കി. അതൊക്കെ നമ്മൾ സമയമുള്ളതുപോലെ ചെയ്തേക്കണം. മീശത്തുമ്പൊന്ന് കടിച്ചു വിട്ടു ശിവ. അവളെ പിടിച്ച് ബെഡിലിരുത്തി അവൻ അവൾക്ക് മുന്നിൽ നിന്ന് തലയിലെ പൂവിൻ പിടിപ്പിച്ചിരിക്കുന്ന സ്ലൈഡ് പതിയെ എടുത്തു മാറ്റി. പൂക്കളെടുത്ത് മേശമേൽ വെച്ചു. ഇതെന്താ പെണ്ണെ, സ്ലൈഡ് കടയോ? തലയിലെ വച്ചുകെട്ടുകൾ അഴിച്ചു മാറ്റിയപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി. കഴുത്തിൽ കിടന്ന ഓരോ മാലയും ശ്രദ്ധയോടെ കൊളുത്തടർത്തി മാറ്റി. അപ്പോഴെല്ലാം അവൻ്റെ ചുണ്ടിലെ ചൂട് അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞു. എല്ലാം എടുത്ത് ഭദ്രമായി വെച്ച് ഫ്രഷ് ആവണം. ഇടാനുള്ളതൊക്കെ ഡ്രോയറിലുണ്ട്. പിന്നെ എല്ലാം വേഗത്തിലാകണേ. ഈവനിങ് റിസപ്ഷനുള്ളതാണ് പറഞ്ഞുകൊണ്ട് ശിവ ഫ്രഷ് ആവാൻ കയറി. ഓഫീസിൽ സിസ്റ്റം അപ്ഡേഷൻ നടക്കുന്ന സമയത്താണ് അതിലൊരു ടെക്നീഷ്യനോട് മൊബൈലിനെ കുറിച്ചും ഡീറ്റെയിൽസ് സത്യ തിരക്കിയത്. അതിൻ്റെ ലോക്ക്, മെമ്മറി ബാക്കപ്പ് എല്ലാത്തിനെ കുറിച്ചും മനസ്സിലാക്കി വെച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിനായി അയാളുടെ ഫോൺ നമ്പർ വാങ്ങി. ലഞ്ച് ബ്രേക്കിന് മൊബൈലുമായി ഇരിക്കുന്ന സത്യയെ കണ്ടുകൊണ്ടാണ് സാരംഗ് കയറി വരുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ കണ്ടപ്പോൾ സാരംഗിന് നന്ദുവിൻ്റെ മുഖമാണ് ഓർമ്മയിൽ തെളിഞ്ഞത്. അവൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്താൻ തന്നെ സാരംഗ് തീരുമാനിച്ചു. നീ എന്താ ലഞ്ച് കഴിക്കാൻ പോകാതെ ഇവിടെ ഇരിക്കുന്നത്? ചെയർ പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് സാരംഗ് ചോദിച്ചു. എടാ, ഇതെൻ്റെ മൊബൈലാണെന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ലോക്കോ സെറ്റിങ്സോ ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇത് ഓണാവുന്നത് പോലുമില്ല. ഇത് നീ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എൻ്റെ മൊബൈൽ കേടായപ്പോൾ നീ എനിക്കത് തന്നു. പിന്നെ ഞാനാണിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിൻ്റെ കയ്യിൽ വേറൊരു മൊബൈലായിരുന്നു. ആക്സിഡൻറ്റിൽ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അന്നത്തെ ആ തിരക്കിനിടയിൽ നിൻ്റെ മൊബൈൽ അന്വേഷിക്കാനുള്ള സമയം ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല. ഇത് ഞാൻ നിനക്ക് തന്നതായിരുന്നു അല്ലേ? സാരംഗിൻ്റെ നേർക്ക് സത്യ മൊബൈൽ വച്ച് നീട്ടി. ഈ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടിയത് മുതൽ എനിക്കൊരു സ്വസ്ഥതയില്ലായിരുന്നു. എന്നെ അലട്ടുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ മൊബൈലിലുണ്ടെന്നൊരു തോന്നൽ. എൻ്റേതല്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ആ ടെൻഷനും മാറിക്കിട്ടി. അവൻ ആ മൊബൈൽ സാരംഗിൻ്റെ നേർക്ക് വെച്ച് നീട്ടി. തൻ്റെ ഐഡിയ ഇത്രയും പെട്ടെന്ന് ഫലിക്കുമെന്ന് സാരംഗും കരുതിയില്ല. അവൻ വേഗം ആ മൊബൈൽ വാങ്ങി കയ്യിൽ വെച്ചു. നേരെ ഒരുപാടായി, നീ വാ, നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിഞ്ഞ് തിരികെ തൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ സാരംഗ് ആദ്യം നന്ദുവിനെയാണ് വിളിച്ചത്. എന്താ ഏട്ടാ, എന്താ വിളിച്ചേ? നന്ദു വെപ്രാളപ്പെട്ടു. ഒന്നുമില്ല, സത്യയുടെ കയ്യിലിരുന്ന മൊബൈൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട, അത് പറയാൻ വിളിച്ചതാണ്. കിട്ടിയോ? എങ്ങനെ? അവൾക്ക് ആകാംക്ഷ അടക്കാനായില്ല. അതൊക്കെ കിട്ടി. ഇപ്പോഴാണ് ആശ്വാസമായത്. ഓരോ ദിവസവും പേടിച്ചാണ് കഴിഞ്ഞത്. ആ മൊബൈൽ ലോക്ക് മാറി ഏട്ടൻ ഇനി എന്തെങ്കിലും മനസ്സിലാക്കിയാലോ എന്നുള്ള ഭയമായിരുന്നു. അപ്പോഴേക്കും ക്യാബിൻ തുറന്ന് സത്യ സാരംഗിൻ്റെ അടുത്തേക്ക് വന്നു. സാരംഗ് വേഗം ഫോൺ കട്ടാക്കി. എന്താടാ കാര്യം? ഞാൻ ആ മൊബൈലിൻ്റെ ടെക്നീഷ്യനോട് വരാൻ പറഞ്ഞിരുന്നു. എന്തായാലും ആ മൊബൈൽ ലോക്കല്ലേ, നിന്നെക്കൊണ്ടും മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്കത് അയാളെ ഏൽപ്പിക്കാം. സാരംഗ് ആകെ പെട്ടുപോയി. ഇനിയിപ്പോൾ കൊടുക്കാതിരിക്കാനും കഴിയില്ല. വേണ്ടടാ, ഇതിനിപ്പോൾ നന്നാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ വേറെ മൊബൈലുണ്ടല്ലോ, നീ ഇതിങ്ങ് എടുക്ക്. എന്തെങ്കിലും പറഞ്ഞ് തടയും മുമ്പേ സാരംഗിൻ്റെ കയ്യിൽ നിന്നും മൊബൈലും വാങ്ങി സത്യ പുറത്തേക്ക് പോയി. സാർ, അപ്ഡേഷനൊക്കെ കഴിഞ്ഞു. സത്യയെ കണ്ടപാടെ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. യെസ്, ഈ മൊബൈൽ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സത്യ ഫോൺ ടെക്നീഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. സാർ, ഇത് ഞാൻ കൊണ്ടുപോയി ശരിയാക്കാം. വാട്സാപ്പ് നമ്പർ തന്നാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആകുമ്പോൾ അയച്ചേക്കാം. വൈകുന്നേരം വീടെത്തിയിട്ടും സാരംഗ് ഫോണിൻ്റെ കാര്യം നന്ദുവിനോട് പറഞ്ഞില്ല. അവളെ കൂടെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് എല്ലാ പേരും അല്പനേരം സംസാരിച്ചിരിക്കും. അത് പതിവാണ്. എല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴാണ് സത്യയ്ക്ക് കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു കോൾ. അതുകൊണ്ട് തന്നെ ആദ്യം ഫോൺ എടുക്കാൻ മടിച്ചു.
വീണ്ടും കോൾ വന്നപ്പോൾ എടുത്തു. സാർ, ഫോൺ ലോക്ക് മാറി. ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. നെറ്റ് ഓണാക്കിയതും തുരുതുരെ മെസ്സേജ്. അതിലോ ഫോട്ടോസ് കണ്ട് സത്യയുടെ കണ്ണ് തള്ളി. അവൻ്റെ റേസിംഗ് ഡ്രസ്സിലെ ഫോട്ടോസ് അത് തന്നെ ഒരുപാടുണ്ട്. ആക്സിഡൻറ്റ് നടന്ന ദിവസത്തെ റേസിൻ്റെ കുറേ ഫോട്ടോസ്, ഒന്നിനു പുറകെ ഒന്നായി പിന്നെയും ഫോട്ടോസ്. മുന്നിൽ തെളിഞ്ഞു വരുന്ന ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. ഇടയ്ക്കൊക്കെ തൻ്റെ സ്വപ്നത്തിൽ വരുന്ന ആ അവ്യക്തമായ രൂപം, ആ പെൺകുട്ടിയുമൊത്തുള്ള അനേകം ഫോട്ടോസ്. മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അത് ശരീരത്തെയും ബാധിച്ചു. ആ ഫോട്ടോസ് നോക്കുമ്പോൾ അറിയാം ആ കുട്ടിയുമായുള്ള അടുപ്പം. ആക്സിഡൻറ്റിന് ശേഷം ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ അവൾ എന്നെ വിട്ടുപോയതാണോ? ഒന്നും അറിയാതെ ഒരു സമാധാനവും കിട്ടുന്നില്ല. സത്യ അവൻ്റെ മുടി കൊരുത്തു വലിച്ചു. ആരോട് ഇതിനെക്കുറിച്ച് ചോദിക്കും? ബെഡിൽ കിടക്കുന്ന നന്ദുവിനെ നോക്കി. ഇവൾക്കിതൊക്കെ അറിയാമായിരുന്നോ? അതോ ഒന്നും അറിയാതെ എന്നിലേക്ക് കടന്നു വന്നതാണോ? ഇന്നെൻ്റെ പ്രാണനാണവൾ. പക്ഷേ അറിയണമെല്ലാം. ബെഡിൽ കിടക്കുമ്പോൾ മനസ്സിൽ ഉത്തരം കിട്ടാതെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. രാവിലെ നന്ദു എഴുന്നേൽക്കുമ്പോൾ സത്യ ചെയറിലിരുന്ന് ഉറങ്ങുന്നു. ഇതെന്താ ഇവിടെ ഇരിക്കുന്നേ? ഇന്നലെ കിടന്നില്ലേ? 100 ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചു. വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, ഏട്ടാ, സത്യയെ കുലുക്കി വിളിച്ചു. കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നെ പരിഭ്രാന്തിയോടെ നോക്കുന്നവളെയാണ് കണ്ടത്. പെട്ടെന്ന് സത്യയുടെ മുഖം വലിഞ്ഞു മുറുകി. നീ ഫ്രഷായി വാ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. അവളുടെ മുഖത്ത് പോലും നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് സത്യ എഴുന്നേറ്റ് പോയി. അകാരണമായ ഭയം തന്നിൽ വന്ന് നിറയുന്നത് നന്ദു അറിഞ്ഞു. അവളൊന്നും മിണ്ടാതെ ഫ്രഷാവാൻ പോയി. എല്ലാ പേരും ഡൈനിങ്ങിൽ ഒത്തുകൂടുമ്പോഴാണ് സത്യ അവിടേക്ക് വന്നത്. അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ സാരംഗിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. വാമോനെ ഇരിക്ക്. സുമ അവനുള്ള പ്ലേറ്റ് എടുത്ത് വെച്ചു. എവിടെ മോള്? അവളെ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും നന്ദു റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഗൗരവമേറിയ ശബ്ദത്തിൽ സത്യ പറഞ്ഞു. എൻ്റെ ആക്സിഡൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. ഞാൻ അതോട്ട് അന്വേഷിക്കാനും നിന്നില്ല. എന്നിൽ നിന്നും മറഞ്ഞ ഓർമ്മകൾ എന്തെങ്കിലും എന്നിലേക്ക് തിരികെ വരുമെന്ന് തോന്നി. എന്തിനാ മോനെ നീ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? മുത്തശ്ശൻ ചോദിക്കുമ്പോൾ സാരംഗിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ മൊബൈൽ എല്ലാവരുടെയും മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അതിൽ എൻ്റെ ഒപ്പം ഒരു കുട്ടിയുണ്ട്. അതൊരു സൗഹൃദമാണെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല. കാരണം അതിലെ ഫോട്ടോസ് അത് പറയും. എൻ്റെ സ്വപ്നത്തിൽ ഇടയ്ക്കെങ്കിലും വന്നു പോകുന്ന അദൃശ്യ രൂപം. എനിക്കറിയണം ഇതിൻ്റെ സത്യാവസ്ഥ. നന്ദുവിൻ്റെ മുന്നിൽ വന്ന് നിന്ന് സത്യ, ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞു നന്ദു, എന്നെക്കുറിച്ച് എന്തെങ്കിലും നിനക്കറിയാമോ എന്ന്. അന്നൊന്നും നീ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. നിനക്കറിയാമായിരുന്നോ നന്ദു എന്തെങ്കിലും? സത്യ അവളുടെ മുന്നിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. നന്ദുവിന് എന്ത് പറയണമെന്നറിയാത്ത ഭാവവും. നീ എന്തിനാ സത്യ അവളോട് ചോദിക്കുന്നത്? ഞങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് എന്തറിയാനാ? അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ശബ്ദം ഒന്നുപോലെ ഉയർന്നു. എല്ലാ പേർക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഒന്നും അറിയാത്ത മണ്ടൻ ഞാൻ മാത്രം. നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് സത്യ, നിനക്കെല്ലാം അറിയാമായിരുന്നോ നന്ദു? ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ? ഞങ്ങൾക്കറിയാവുന്നതിൽ കൂടുതലായിട്ടൊന്നും അവൾക്കറിയില്ല. നീ എന്തിനാ പാവത്തിന് ധർമ്മസങ്കടത്തിലാക്കുന്നത്? മുത്തശ്ശൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. ആരൊച്ച ഉയർത്തിയാലും ഞാൻ പേടിക്കില്ല. ഇതെൻ്റെ ജീവിതമാണ്. എനിക്കറിയണം എൻ്റെ കൂടെ മാറോട് ചേർന്ന് നിന്നവൾ എൻ്റെ ആരെല്ലാമോ ആയിരുന്നെന്ന്. ഒരു ആക്സിഡൻറ്റിൻ്റെ പേരിൽ എനിക്ക് എന്തെല്ലാമൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയണം. അറിഞ്ഞു വെച്ചുകൊണ്ട് നന്ദുവും അതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ മറ്റാരോട് ക്ഷമിച്ചാലും ഞാൻ അവളോട് ക്ഷമിക്കില്ല. കാരണം എൻ്റെ മനസ്സിൽ ഇതുപോലെ ഒരു അദൃശ്യമായ രൂപം കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യം അവളോടാണ് പറഞ്ഞത്. എനിക്കങ്ങനെ ആരെങ്കിലുമായി എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചതും അവളോടാണ്.